പ്രിയമുള്ളവരെ, ഞാൻ MT ഇൻഷുറൻസ് അഡ്വൈസറാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഫുൾ കവർ ഇൻഷുറൻസ് ചെയ്ത വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് ആ വാഹനത്തിനോ അല്ലെ വാഹനത്തിൽ ഉള്ളിരിക്കുന്ന ആളുകൾക്കോ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പൂർണ്ണമായി നമുക്ക് കിട്ടണമെങ്കിൽ ഏതൊക്കെ ആഡ് ഓൺ കവറേജുകളാണ് ചേർക്കേണ്ടത്, ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ പ്രധാനപ്പെട്ട ആഡ് ഓൺ കവറേജ് ആയിട്ടുള്ള നിൽ ഡിപ്രീസിയേഷൻ എന്ന ആഡ് ഓൺ കവറേജും NCV പ്രൊട്ടക്ട് എന്ന് പറയുന്ന ആഡ് ഓൺ കവറേജിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ആ വീഡിയോയുടെ ലിങ്കുകൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ആഡ് ഓൺ കവറേജിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ മെഡിക്കൽ എക്സ്പെൻസ് എന്ന ആഡ് ഓൺ കവറേജ്? ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. മെഡിക്കൽ എക്സ്പെൻസ് എന്ന ആഡ് ഓൺ കവറേജ് കിട്ടുന്നത് എങ്ങനെ? ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ട് ആ വാഹനത്തിന്റെ ഉള്ളിലിരിക്കുന്ന യാത്രക്കാർക്ക് ഇഞ്ചുറി സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചിലവാകുന്ന തുക തിരിച്ചു നൽകുന്ന ഒരു ആഡ് ഓൺ കവറേജ് ആണ് മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുക. ഈ ആഡ് ഓൺ കവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ള ഹോസ്പിറ്റൽ ബില്ലുകൾ ഏത് കമ്പനിയാണോ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്ന ആ കമ്പനി നേരിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. എല്ലാ കമ്പനിയിലും ഈ ഇൻഷുറൻസ് കവറേജ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ ഈ ഒരു ആഡ് ഓൺ കവറേജ് നൽകുന്നുണ്ട്. അപകടം സംഭവിച്ച് നമ്മൾ ഫുൾ കവർ ഇൻഷുർ ചെയ്ത വാഹനം അപകടത്തിൽ സംഭവിച്ച് ഉള്ളിരുന്ന യാത്രക്കാർക്ക് ഇഞ്ചുറി സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചെലവാകുന്ന തുക 1 ലക്ഷം രൂപ വരെയുള്ള തുക നമുക്ക് കിട്ടുന്ന ഒരു നല്ല ഒരു ആഡ് ഓൺ കവറേജ് ആണ് മെഡിക്കൽ എക്സ്പെൻസ്. 1 ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ ആനുകൂല്യമായിട്ട് നമുക്ക് കിട്ടുക. ഇത് ചേരുന്നതിന് വേണ്ടിയിട്ട് തുച്ഛമായിട്ടുള്ള പൈസ മാത്രമാണ്. 275 425 പ്ലസ് ടാക്സുമാണ് നമുക്ക് ഈ ഒരു കവറേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അടയ്ക്കേണ്ടത്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ക്ലെയിം കിട്ടുക? അപകടം സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ചിലവാകുന്ന മുഴുവൻ തുകയും, അതായത് 1 ലക്ഷം രൂപ വരെയുള്ള തുക മുഴുവനുമായി നമുക്ക് ഇതിൽ കിട്ടും. ഇത് കിട്ടണമെങ്കിൽ ഏതൊക്കെ രേഖകളാണ് ഇൻഷുറൻസ് കമ്പനിയിൽ ഹാജരാക്കേണ്ടത്? എല്ലാ കാര്യങ്ങളുടെയും ഒറിജിനൽ സംഭവവും ഡിസ്ചാർജ് സമ്മറിയുമായി ഇൻഷുറൻസ് ഏജന്റിനെയോ അല്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിൽ RC ഓണറുടെ പേരിൽ ആ ഒരു ചെലവായ തുക നമുക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ഒരിക്കലും പ്രീമിയം മാത്രം നോക്കി ഇൻഷുറൻസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തരുന്ന ഇൻഷുറൻസ് കവറേജിൽ ഏതൊക്കെ ആഡ് ഓൺ കവറേജുകളുണ്ട്, ഒരു അപകടം സംഭവിച്ചാൽ എങ്ങനെയാണ് നമുക്ക് അതിന്റെ നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ളതിനെ പറ്റി കൂടുതലായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ പോളിസിയിൽ ചേരേണ്ടത്. അല്ലാതെ പ്രീമിയം മാത്രം നോക്കിയിട്ട് ചേരരുത്. പല ഏജന്റുമാരും പല ഇൻഷുറൻസ് കമ്പനികളും പല തരത്തിലുള്ള പ്രീമിയം ആയിരിക്കും പറയുക. പക്ഷെ ഏതൊക്കെ കവറേജ് വേണമെന്ന് പറഞ്ഞ് ആ പറയുന്ന കവറേജിന് വേണ്ടിയിട്ട് പ്രീമിയത്തിന്റെ കോട്ടെടുക്കുക. അതിൽ അനുയോജ്യമായ പ്രീമിയം നൽകുന്ന കമ്പനിയിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുക. ഏറ്റവും നല്ലത് അടുത്ത് സർവീസ് ചെയ്യുന്ന ഏജന്റുമാരും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ബ്രാഞ്ച് ഓഫീസുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പോളിസി എടുക്കുന്നതാണ് ഉചിതം. മറ്റു കമ്പനികളൊന്നും മോശമല്ല, നല്ല സർവീസ് ചെയ്യുന്നതാണ്. നമുക്ക് സർവീസ് കിട്ടുന്ന കമ്പനിയിൽ നിന്ന്, ഏജന്റുമാരിൽ നിന്ന്, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പോളിസി എടുക്കുന്നതാണ് ഇപ്പോഴും നല്ലത്. നമുക്ക് ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ടാവും. ഇഷ്ടംപോലെ ഇൻഷുറൻസ് കമ്പനികളുണ്ട് ഈ ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ. എപ്പോഴും നമുക്ക് നല്ല സർവീസ് കിട്ടുന്ന ഇൻഷുറൻസ് ഏജന്റിന്റെ നിന്നോ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നോ പോളിസി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.